പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന പോർഷൻ വിഷ്വലൈസിങ് നമ്പർ സീക്വൻസസ്, അതായത് നമ്പർ സീക്വൻസസിൻ്റെ വിഷ്വലൈസിങ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. മെനി നമ്പർ സീക്വൻസസ് ക്യാൻ ബി വിഷ്വലൈസ് യൂസിങ് പിക്ചേഴ്സ്. നിരവധി നമ്പർ സീക്വൻസസിനെ നമുക്ക് പിക്ചേഴ്സ് യൂസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. വിഷ്വലൈസിങ് മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സ് ത്രൂ പിക്ചേഴ്സ് ഓർ ഡയഗ്രാം ക്യാൻ ബി എ വെരി ഫ്രൂട്ട്ഫുൾ വേ ടു അണ്ടർസ്റ്റാൻഡ് മാത്തമാറ്റിക്കൽ പാറ്റേൺസ് ആൻഡ് കൺസെപ്റ്റ്. നമ്മുടെ മാത്തമാറ്റിക്സ് ഒബ്ജക്ട്സിനെ നമുക്ക് പിക്ചേഴ്സിലൂടെയും ഡയഗ്രത്തിലൂടെയൊക്കെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺസും കൺസെപ്റ്റുകളും ഒക്കെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. Let us represent the first 7 sequences in table 1 using the following pictures. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടേബിൾ 1 നമ്മൾ കുറേ സീക്വൻസസ് കണ്ടു. അതിൽ 7 നമ്മളിവിടെ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ടേബിൾ 1 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ടേബിൾ 1. ഇതിലെ ആദ്യത്തെ 7. അപ്പോൾ ആദ്യത്തേത് എന്തായിരുന്നു? ഓൾ വൺസ് ആയിരുന്നു അല്ലേ. അപ്പോൾ എല്ലാം വൺസിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവിടെ നമ്മൾ ഓരോ ഡോട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് കൗണ്ടിങ് നമ്പേഴ്സ് ആയിരുന്നു. കൗണ്ടിങ് നമ്പേഴ്സ് എന്താണ്? 1 2 3 4 5 6 7 ഇതാണ് കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് 1നെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ഡോട്ട് ഇട്ടു, 2നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 ഡോട്ട്സ് ഇട്ടു, 3യെ റെപ്രസെൻറ്റ് ചെയ്യാൻ 3 ഡോട്ട്സ് ഇട്ടു, 4നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 4 ഡോട്ട്സ് ഇട്ടു, 5നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 5 ഡോട്ട്സ് ഇട്ടു. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സിനെ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്തത് ഓഡ് നമ്പേഴ്സ് എന്തായിരുന്നു? 1 3 5 7 9 11 13 ഇതായിരുന്നു ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കിയേ, 1ന് നമുക്ക് ഒരു ഡോട്ട് ഇടാം, 3യെ റെപ്രസെൻറ്റ് ചെയ്യാൻ 1 2 3 ഡോട്ട്സ് ഇടാം, 5നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 1 2 3 4 5 ഡോട്ട് ഇടാം, 7നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 1 2 3 4 5 6 7, 9നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 9 ഡോട്ട്സ് ഇടാം. അപ്പോൾ ഓഡ് നമ്പേഴ്സിലെല്ലാം നോക്കിയാൽ നമ്മൾ ഡോട്ട് ഇട്ട് വരുമ്പോൾ എല്ലായിടത്തും ഓരോ വാല് വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പം ഓഡ് നമ്പേഴ്സിനെ നമ്മൾ ഡോട്ട് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് ഇവിടെ വരും. ഇനി അടുത്തത് ഈവൻ നമ്പേഴ്സിന് എന്തൊക്കെയാണ്? 2 4 6 8 10 ആണ് ഈവൻ നമ്പേഴ്സ്. അതിനെ നമുക്ക് ഡോട്ട് ഇട്ട് 2നെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 ഡോട്ട് ഇടും, 4നെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ 4 ഡോട്ട്സ് ഇടും, 6നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 6 ഡോട്ടുകൾ ഇടും, 8നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 8 4 അങ്ങനെ 8 ഡോട്ട്സ് ഇടും, 10നെ 10 ഡോട്ട്സ് 5ഉം 5ഉം ആയിട്ട് 10 ഡോട്ട്സ് ഇട്ട് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈവൻ നമ്പേഴ്സിനെ നമുക്ക് നല്ല ഇതായിട്ട് നമുക്ക് ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ട്രയാങ്കുലർ നമ്പേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ താഴോട്ട് വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. കണ്ടോ, ഇങ്ങനെ ട്രയാങ്കിളായിട്ട് നമുക്ക് ഡോട്ട് ഉപയോഗിച്ച് ഇതിനെ ക്രമീകരിക്കാൻ പറ്റും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1ന് നമ്മളൊരു ഡോട്ട് ഇട്ടു. അടുത്തത് 3 ആണ്. 3 എന്ന് പറയുന്നത് എന്താണ്? 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് 3. അപ്പോൾ അത് രണ്ടും കൂടെ വന്നപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലായി. ഇനി 6 എന്ന് പറയുന്നതോ 1ഉം 2ഉം 3യും കൂടെ ആഡ് ചെയ്യുന്നതാണ് 6. അത് 3ഉം കൂടെ ചേർന്നപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലായി. 10 എന്ന് പറയുന്നത് 1 + 2 + 3 + 4 ഇതാണ് 10. തിരിച്ച് വേണമെങ്കിലും എടുക്കാം, 1 2 3 4 എങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് 1 + 2 + 3 + 4 ആണ് 10. അടുത്ത 15 എന്ന് പറയുന്നത് 1 + 2 + 3 + 4 + 5 ഇതാണ് 15 എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 4 9 16 25 ഇങ്ങനെ വരുന്നതാണ് സ്ക്വയർ നമ്പേഴ്സ്. അതിനെ നമുക്ക് സ്ക്വയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ ഡോട്ട്സ് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ 1ന് നമ്മൾ ഒരു ഡോട്ട് ഇട്ടു. അടുത്തത് സ്ക്വയർ നമ്പർ 4 ആണ്. 4 എന്താണ്? 2 × 2 ആണ് 4. അപ്പം 4 ഡോട്ട്സ് ഇട്ട് 2 × 2 4 കിട്ടി. 9 എന്താണ്? 3 × 3 ആണ്
9. അപ്പോൾ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടോ, 3യെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു, 3 ടൈംസ്, അതാണ് 9. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്വയർ കിട്ടി. 16 എന്താണ്, 4 × 4 ആണ് 16. അപ്പോൾ 4 ടൈംസ് അല്ലേ, 1 ടൈം, 2 ടൈം, 3 ടൈം, 4 ടൈം, അതാണ് 4 × 4. എന്ത് കിട്ടി, 16 എന്ന് കിട്ടി. അടുത്ത 25 എന്ന് പറയുന്നത് 5 × 5 ആണ്. അപ്പോൾ 5 1 ടൈം, 2 ടൈം, 3 ടൈം, 4 ടൈം, 5 ടൈം. അപ്പോൾ 5 × 5 25. അപ്പോൾ സ്ക്വയർ നമ്പേഴ്സിനെ നമുക്ക് സ്ക്വയറിൽ എഴുതാൻ പറ്റും. അടുത്തത് ക്യൂബ്. ക്യൂബ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, 18, 27, 64, 125, 216. ഇതാണ് ക്യൂബ് എന്ന് പറയുന്നത്. ക്യൂബിനെ നമുക്ക് ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്യൂബ് എന്ന് പറയുന്നത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റുമുള്ള ഒരു 3 ഡയമെൻഷണൽ ഫിഗറിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അടുത്തത് 8. 8 എന്ന് വെച്ചാൽ 2 × 2 × 2 ആണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 ലെങ്ത്, അടുത്ത 2 ഹൈറ്റ്, അടുത്ത 2 ബ്രെഡ്ത്ത്, ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, അങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അത് മൂന്നും കൂടെ ചേരുമ്പം എന്ത് വരും, 8 വരും. അതായത് 8 ക്യൂബ്സ് ഇതിനകത്ത് കാണും. അടുത്തത് 27. 27 എന്ന് പറയുന്നത് 3 × 3 × 3 ആണ്. അപ്പോൾ ലെങ്തിൽ 3 ക്യൂബ്സ് വരും, ബ്രെഡ്ത്തിൽ 3 ക്യൂബ്സ് വരും, ഹൈറ്റിൽ 3 ക്യൂബ്സ് വരും. ഇത് മൂന്നും കൂടെ ചേരുമ്പം മൊത്തത്തിൽ ഒരു ക്യൂബിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ 27 ക്യൂബ്സ് അതിനകത്ത് കാണും. അടുത്തത് 64. 64 എന്ന് പറയുന്നത് 4 × 4 × 4 ആണ്. അപ്പോൾ ലെങ്ത് വരുന്ന സൈഡിൽ 4 ക്യൂബ്സ് കാണും, ഹൈറ്റ് വരുന്നിടത്ത് 4 കാണും, ബ്രെഡ്ത്ത് വരുന്നിടത്തും 4 ക്യൂബ്സ് കാണും. എല്ലാം കൂടെ ചേരുമ്പോൾ 64 ക്യൂബ്സ് കാണും. അടുത്തത് 125. 125 എന്ന് പറയുന്നത് 5ൻ്റെ ക്യൂബാണ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും 5 വെച്ച് വരും. മൊത്തം കൂടെ ചേരുമ്പോൾ 125 ക്യൂബ്സ് അവിടെ കാണും. അപ്പോൾ ഇത്രയും പോർഷൻസാണ് നമുക്ക് ഈ ഒരു പോർഷനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.